വരൂ കൂട്ടുകാരെ, ഒരു കാര്യം കാണിച്ചു തരാം. ഇത് അവിടെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഇത് വെച്ച് ഞാനൊരു സാധനം പറിക്കാൻ പോവേ. ഇന്നത്തെ കറിക്ക് വേണമല്ലോ എന്തെങ്കിലും. അങ്ങനെ എന്താണെന്നറിയോ, മാങ്ങയൊന്നുമല്ല. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങയാണെന്ന്. സാധാരണ ഇത് വെച്ച് പറിക്കുന്നത് മാങ്ങയാണ്. ഞാൻ പറിക്കാൻ പോണത് മാങ്ങയൊന്നുമല്ല, വേറൊരു വെറൈറ്റി സാധനം. കാണിച്ചു തരട്ടെ, നോക്ക്. ഇതാ നിൽക്കുന്നു കണ്ടോ, ഇതാ നിൽക്കുന്നു കേട്ടോ. കണ്ടോ, വേണ്ട പൂമ്പാണ് ഞാനിത് ഒടിക്കാൻ പോകുന്നത്. അല്ല, ഈ കൊമ്പിനെ ഒന്ന് ഒടിച്ചു കളയാം. ഈ കൊമ്പ് അച്ഛനില്ല. ഇത് പുളിഞ്ചിക്ക, ഒത്തിരി കായ്ക്കും, നല്ല പുളിഞ്ചിക്കയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു ഇടം ചെറുപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് രണ്ട് കവര ഒടിച്ചു കളയാം. ഇനി നമുക്ക് ഇവനെ പറിച്ചെടുക്കണം. ഈ മതിലിൻ്റെ അപ്പുറത്തായതുകൊണ്ട് എനിക്ക് പറിക്കാൻ ഭയങ്കര പാട്. എങ്ങനെ പറിക്കും? ഒരു വഴിയുമില്ല. ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ്. ഇതിന് മുമ്പ് ഞാനിന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു അതുപോലെ ഒന്ന് ശ്രമിച്ചാലോ. ഇതിനപ്പുറമായുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പൊതുവേ നമ്മൾ ഇത്രയും നീളത്തിൽ ഇങ്ങനെ വളർത്താൻ പാടില്ല. ഇന്ന് പറിക്കാൻ നാളെ പറിക്കാമെന്ന് പറഞ്ഞാണ് ഇത് ഇത്രയും ആയിപ്പോയത്. എന്നുവെച്ചാൽ കായ് വണ്ണം വയ്ക്കണമെങ്കിൽ നമ്മൾ കൂമ്പ് പരുവമായി കൊലയെല്ലാം വിടർന്നതിന് ശേഷം ഇത്തിരി നീളം കഴിയുമ്പോൾ നമ്മൾ ഓടിച്ചു വിടണം. എങ്കിലേ കായ് പരുത്ത് വരുള്ളൂ, വലുതായി വരുള്ളൂ. മറ്റെന്ന് വെച്ചാൽ ഇത് തന്നെ അതിൻ്റെ ഓരോ ഒത്തയും തിന്ന് എത്ര പോയി അങ്ങ് പോവുകയല്ലേ. അതുകൊണ്ട് അത് പാടില്ല. കായ്ച്ച് മൊത്തം വന്നു കഴിഞ്ഞ് ഒരു ഇത്തിരി നീളം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂമ്പടിച്ച് വിടണം. ഞാനിത് കൂമ്പടിക്കണം വിചാരിച്ച് ഓടിച്ചില്ല. ഇന്ന് എന്തായാലും അത് ഒടിച്ചെടുക്കാം. നോക്കാവോ എങ്ങനെയാണെന്ന്. നമുക്കിതാ കണ്ട, ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റാം. കണ്ടോ കണ്ടോ, ഇങ്ങനെ കയറ്റിയിട്ട് ഈ കീറിയിരിക്കുന്ന ഭാഗത്തോട്ടാക്കി നമുക്ക് പൊടിച്ചെടുക്കണം. എങ്ങനെയുണ്ട്? ഇതാ കണ്ടോ, ഇതാ വരുന്നു അണ്ണാൻ, കൂമ്പണ്ണാൻ. കണ്ട നിങ്ങളിങ്ങനെ കൂമ്പടന്നിട്ടുണ്ടോ? ഇതുപോലെയും കൂമ്പടക്കാമെന്ന് നമ്മൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ചതാണ്. കണ്ട കൂമ്പ്. കരിയേപ്പില കണ്ട പഴച്ച് വലിയൊരു മരമായത്. കണ്ട, ഇത് കൂടാതെ 2 മൂടുകൾ കൂടെ ഉണ്ട്. ഇതിന് മൂട്ടിൽ തന്നെ കണ്ട ഇപ്പോൾ എത്ര ശിഖരങ്ങൾ വന്നെന്ന്. കണ്ട തൈകൾ വന്നു. ഇവിടെയൊക്കെ കൊച്ചു തൈകൾ പൊടിച്ചിടങ്ങുന്നു. ഇതെല്ലാം പുതിയ തൈയാണ്. തൈ പൊടിച്ച് തിരിയുന്നു. ഇതുപോലെ 2 കരിയേപ്പില കൂടെ ഇവിടെ ഉണ്ട്. എനിക്ക് വേറെ 2 മൂട് കൂടെ ഉണ്ട്. കരിയേപ്പിലയ്ക്ക് ഞാൻ പണ്ടൊക്കെ ഓടിയിട്ടുണ്ട്, അറിയാവോ. എവിടെല്ലാം ചെന്ന് ചോദിക്കുക. അപ്പോൾ അവരൊക്കെ ഇറുത്തേ തരുള്ളൂ, കൊണ്ടോടിച്ച് തരും. ഒരു ഇറുത്ത എടുക്കാവൂ കൊണ്ടോടിക്കാൻ പോലെ. ഞാനിപ്പോൾ എല്ലാവർക്കും ഓടിച്ചാണ് കൊടുക്കും. സാധാരണ ഓടിച്ചാണ് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ എങ്കിൽ തിളിരി വന്ന് കണ്ട വീണ്ടും ഇല വരുള്ളൂ. നമ്മൾ ഓടിച്ച് തന്നെ കൊടുക്കണം. വെണ്ടയ്ക്ക് പരിവായില്ല. ഇന്നൊരു സാമ്പാറിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇറക്കിയിരുന്നത്. ഇവിടെ ഉള്ള പച്ചക്കറികൾ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ വയ്ക്കാറുള്ളൂ. വേറെ ഒന്നും അങ്ങനെ വാങ്ങാൻ പോകാറൊന്നുമില്ല. 5-6 കോവയ്ക്ക് പറിച്ചു. ഇനി ഇതാ ഇവിടെ ഒരു പുതിയ ഐറ്റം ഇനി പൊടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, നിത്യവഴുതന. എത്ര പ്രാവശ്യം നട്ടെന്ന് എല്ലാം പട്ടുപോയി. ഇപ്പോഴാണ് ഇതാ പിടിച്ചു തുടങ്ങിയത് കേട്ടോ. കണ്ടോ, കാച്ചു തുടങ്ങി. കുറച്ച് കായ് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ കാച്ചു തുടങ്ങി. എന്താ നിത്യവഴുതന. ഇത് ഒരു മൂടുണ്ടായിരുന്നാൽ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. കറികൾക്ക് ഓടി വന്ന് പറിച്ച് ഉള്ളിയായിട്ട് വയ്ക്കാം, മെഴുക്കുരട്ട. കണ്ട അങ്ങനെ നിത്യവഴുതന റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനും കുറച്ച് കായകൾ ഉണ്ട്.
ബോഞ്ചിക്കായൊക്കെ പരിവാഹി വരണതേ ഉള്ളൂ കേട്ടോ. കണ്ട ബോഞ്ചിക്കായ കുറച്ചുകൂടെ കഴിയണമെന്ന് തോന്നുന്നു പരിവാഹം കേട്ടോ. അതായില്ല, ആയി വരണതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് വിത്താണ് സമയത്ത് പറിക്കാത്ത കാരണം അതാ വിത്തായത് കണ്ട്. ഇതാണ് വിത്ത്. ഇത് നമ്മൾ വീണ്ടും ഇങ്ങനെ പൊളിച്ചെടുത്ത് കണ്ട 2 വിത്താണ്. ഒരെണ്ണത്തിൽ 2 വിത്തുണ്ട്. ഈ വിത്ത് നട്ടാൽ വീണ്ടും തൈകൾ കിട്ടും. ഇതിനെ നടാം. മുറ്റുന്നതിന് മുമ്പ് പറഞ്ഞാൽ മുറ്റിപ്പോയ ഇതിന് നാരായി കേട്ടോ. ഇത് നല്ല മുറ്റി ചുവന്ന് വന്നു തുടങ്ങി. കളർ മാറി കണ്ടോ. ഇത്ര മുറ്റുന്നതിന് മുമ്പേ നമ്മൾ പറിക്കണം. തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉള്ളിയായിട്ട് പച്ചമുളകുമായിട്ട് തോരൻ വയ്ക്കണം. ഇതിലേക്ക് പയറും കൂടെ ഇളക്കി വെക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ട വേറെ കരിയപ്പല. ഇതാണ് ജീരക കരിയപ്പല. കണ്ട, ഇതൊരു മൂടാണ്. ഇതിന് കണ്ട മണ്ടയിൽ ഇത് കണ്ട നല്ല കിളിരുകൾ വരണം. എത്ര ശിഖരങ്ങൾ വരണം നോക്കി. ഇതും ഒരു മൂട്. ഇതാണ് ജീരക കരിയപ്പല. ഇതിനാണ് ഏറ്റവും നല്ലത് മണം. എന്തൊരു മണമെന്നറിയാവോ. നല്ല മണവും കറിയിലിട്ട് എന്തൊരു ടേസ്റ്റ്. ഈ കപ്പയൊക്കെ പുഴുങ്ങുമ്പോഴേ അതിൽ ഇത് കടുവറുത്തിടണം, തേങ്ങ ഇടണം. എന്തൊരു ടേസ്റ്റ് ആയിരിക്കണം. ഇതിൻ്റെ മണം അതിലോട്ടങ്ങ് ഇറങ്ങും. കപ്പയിലോട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ കറിക്കുള്ള കുറച്ച് പച്ചക്കറികൾ ഞാൻ ഇറത്തിയെടുത്തു. എൻ്റെ വീഡിയോ കാണുന്നതേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.